മുദരിസും ഖാദിയുമായി സേവനമനുഷ്ഠിച്ച ഉസ്താദ് പിന്നീട് അവിടെ നിന്ന് ലീവെടുത്ത് വീണ്ടും ദർസ് പഠനത്തിനായി ചാലിയത്തേക്ക് പോവുകയായിരുന്നു. കൊണ്ടോട്ടി കോടങ്ങാട് പള്ളിയിൽ 16 വർഷവും ചെമ്മാട് പഴയ പള്ളിയിൽ 18 വർഷവും ദർസ് നടത്തിയ ഉസ്താദ് 1994 മുതൽ തന്റെ അന്ത്യം വരെ ചെമ്മാട് ദാറുൽ ഹുദയിലാണ് സേവനമനുഷ്ഠിച്ചത്. കേരളത്തിനകത്തും പുറത്തുമുള്ള എണ്ണമറ്റ ശിഷ്യന്മാർ ആ ജ്ഞാനസാഗരത്തിൽ നിന്ന് അറിവിൻ മുത്തുകൾ പെറുക്കിയെടുത്തു. അതിനിടെ 1980 കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത അംഗീകൃത മത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കർമ്മശാസ്ത്രത്തിൽ ഉസ്താദിന്റെ അഗാധമായ പാണ്ഡിത്യം തിരിച്ചറിഞ്ഞ മഹാനായ ശംസുൽ ഉലമ അദ്ദേഹത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫത്വ കമ്മിറ്റിയുടെ കൺവീനറാക്കുക പോലുമുണ്ടായി. പിന്നീട് ദീർഘകാലം ഇതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്തു. സങ്കീർണമായ പല വിഷയങ്ങളിലും ഉസ്താദിന്റെ ഫത്വയായിരുന്നു കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അവസാന വാക്ക്. കേരളക്കരയാകെ വഴിഞ്ഞൊഴുകിയ ആ അറിവിന്റെ സാഗരം കണ്ട്, പാണ്ഡിത്യത്തിന്റെ ആ നിറവ് കണ്ട് അനുയായികളും സഹപ്രവർത്തകരും അദ്ദേഹത്തെ ആദരപൂർവം സൈനുൽ ഉലമ, പണ്ഡിതരുടെ ശോഭ എന്ന് വിളിച്ചു. മഹാനായ ശംസുൽ ഉലമയുടെ അതുല്യ നേതൃത്വത്തിന് കീഴിൽ സമസ്ത അതിന്റെ സർവ്വ പ്രതാപത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന കാലം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അരങ്ങേറുകയാണ്. അന്ന് വല്ലാത്തൊരു സംഭവം നടന്നു. ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ സമാപന മഹാസമ്മേളനം. സമസ്തയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിൽ അണിനിരന്നിരിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ശേഷം വേദി വിട്ടു പോകും മുമ്പ് അവിടെ വല്ലാത്തൊരു രംഗം നടന്നു. കണ്ണിമ വെട്ടാതെ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയോടെ ജനലക്ഷങ്ങൾ ആ രംഗം നോക്കി നിന്നു. എന്തായിരുന്നു അത്? ഇഖ്ലാസിൻ പ്രഭയുള്ള വിജ്ഞാന ജ്യോതിസ് വന്യർ ശംസുൽ ഉലമ, ഇരുന്നുള്ള സിംഹാസനം നൽകി വിളിച്ചോരു നാമം സൈനുൽ ഉലമ. ഇഖ്ലാസിൻ പ്രഭയുള്ള വിജ്ഞാന ജ്യോതിസ് വന്യർ ശംസുൽ ഉലമ, ഇരുന്നുള്ള സിംഹാസനം നൽകി വിളിച്ചോരു നാമം സൈനുൽ ഉലമ. ഐസത്തതേറും സമസ്തയ്ക്ക് നേതൃത്വം നൽകി ശംസുൽ ഉലമ, ഇടതടവില്ലാതെന്നും ഐനിൻ പ്രഭയേകി നയിച്ചു ദീനിൻ മഹിമ. ഐസത്തതേറും സമസ്തയ്ക്ക് നേതൃത്വം നൽകി ശംസുൽ ഉലമ, ഇടതടവില്ലാതെന്നും ഐനിൻ പ്രഭയേകി നയിച്ചു ദീനിൻ മഹിമ. ഇറയോന്റെ വിധി വന്നു വർഷം 96 പിരിഞ്ഞു ശംസുൽ ഉലമ. ഇനിയാരെന്നുള്ള ചോദ്യത്തിനുത്തരം പറയാം സൈനുൽ ഉലമ. ഇഖ്ലാസിൻ പ്രഭയുള്ള വിജ്ഞാന ജ്യോതിസ് വന്യർ ശംസുൽ ഉലമ, ഇരുന്നുള്ള സിംഹാസനം നൽകി വിളിച്ചോരു നാമം സൈനുൽ ഉലമ. പ്രഭാഷണം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് തിരിഞ്ഞ് മഹാനായ ശംസുൽ ഉലമയുടെ കണ്ണുകൾ ഒരാളെ പരതി നടന്നു. സ്റ്റേജിൽ ഒരു ഭാഗത്ത് വിനയത്തോടെ ഇരിക്കുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദിൽ ആ കണ്ണുകൾ ഉടക്കി. മഹാനായ ശംസുൽ ഉലമ ഉസ്താദിനോട് അവിടെ നിന്ന് എണീറ്റ് മുൻനിരയിലെ താൻ ഇരുന്നിരുന്ന സീറ്റിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. വിനയഭാവം കൈവിടാതെ നിർദ്ദേശമനുസരിച്ച് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ആ സീറ്റിൽ വന്നിരുന്നു. ശംസുൽ ഉലമ വേദി വിട്ടു പോവുകയും ചെയ്തു. അതൊരു വല്ലാത്ത സൂചനയായിരുന്നു. ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പിൻഗാമിയായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇമാമത്തിന് സൂചന നൽകിയത് ഓർമ്മിപ്പിക്കുമാറ് സമസ്ത എന്ന ഈ വലിയ കപ്പൽ തനിക്ക് ശേഷം
ആര് നയിക്കണമെന്ന് പറയാതെ പറയുകയായിരുന്നു മഹാനായ ശംസുൽ ഉലമ. സമ്മേളനം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ശംസുൽ ഉലമ ഇഹലോകവാസം വെടിഞ്ഞു. ശംസുൽ ഉലമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് രണ്ടു തരമുണ്ടായിരുന്നില്ല. സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ 1996 കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത അംഗീകൃത മത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു. മരണം വരെ നീണ്ട 20 വർഷം അദ്ദേഹം സമുദായത്തിന് പക്വമായ നേതൃത്വം നൽകി. കാറ്റും കോളുമുണ്ടായിട്ടും ഇളകാതെ ഉലയാതെ ആ കപ്പിത്താൻ മുസ്ലിം കൈരളിയെ നേരായ പാതയിൽ നയിച്ചു. കാരിരുമ്പിന്റെ ശക്തിയുള്ള സരസവും ലളിതവും സുതാര്യവുമായ ആ വാക്കുകൾക്കായി ജനലക്ഷങ്ങൾ കാതോർത്തിരുന്നു. ആ അതുല്യവാഖിലാസം കേട്ട് കനപ്പെട്ട ആ പാണ്ഡിത്യം കണ്ട് സമസ്തയുടെ ശത്രുക്കൾ പിന്നെയും പിന്നെയും തോൽവിയുടെ രുചി അറിയുകയായിരുന്നു. കാരണം മൂർച്ചയുള്ള അറിവ് മാത്രമായിരുന്നു അവിടുത്തെ ആയുധം. സമുദായത്തിന് നേതൃപരമായ ദിശാബോധം നൽകിയിരിക്കുമ്പോഴും ഇബാദത്തിന്റെ കാര്യത്തിൽ ഉസ്താദ് വലിയ ശ്രദ്ധയും സൂക്ഷ്മതയുമായിരുന്നു കാണിച്ചിരുന്നത്. 10 വർഷത്തോളം ഉസ്താദിന്റെ അസിസ്റ്റന്റായി കാളിയാരകം പള്ളിയിൽ സേവനമനുഷ്ഠിച്ച ഉസ്താദ് ഷാജഹാൻ റഹ്മാനി ഒരു സംഭവം വിവരിക്കുകയാണ്. ദിക്റിലും ഇൽമിലുമായി കഴിഞ്ഞിടുന്നോരാം കിബറിന്റെ ചെറു ഇവർ പോലും തീണ്ടിയില്ലവരാം ദിക്റിലും ഇൽമിലുമായി കഴിഞ്ഞിടുന്നോരാം കിബറിന്റെ ചെറു ഇവർ പോലും തീണ്ടിയില്ലവരാം കാളിയാരകം പള്ളിയിൽ കാളിയായിരുന്ന വേളയിൽ പള്ളിയിൽ വന്നു മഹാനൂർ പലവൊരു സുജൂദിൽ വീണോർ. കാളിയാരകം പള്ളിയിൽ കാളിയായിരുന്ന വേളയിൽ പള്ളിയിൽ വന്നു മഹാനൂർ പലവൊരു സുജൂദിൽ വീണോർ. അതിലൊരു സുജൂദ് നീണ്ടു പോയി ഇഖ്ലാസിലായി. അതിലൊരു സുജൂദ് നീണ്ടു പോയി ഇഖ്ലാസിലായി. കൽബിലെ ആത്മാർത്ഥതയും നിസ്തുല വിനയവും നിറഞ്ഞൊഴുകിയതാണ്. ദിക്റിലും ഇൽമിലുമായി കഴിഞ്ഞിടുന്നോരാം കിബറിന്റെ ചെറു ഇവർ പോലും തീണ്ടിയില്ലവരാം. ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാനി പറയുകയാണ്, ഉസ്താദ് സുബഹി നിസ്കാരാനന്തരം തന്റെ ദിക്റിലും ഔറാദിലുമായി പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയം ഒരു സംശയം ചോദിക്കാനായി ഞാൻ കിതാബുമായി പള്ളിയുടെ താഴെയെത്തി. അന്നേരം ഉസ്താദ് സുജൂദിലായിരുന്നു. നീണ്ട 20 മിനിറ്റോളം ആ സുജൂദിൽ തന്നെ കിടക്കുകയുണ്ടായി. ഈ നേരത്ത് കിതാബും പിടിച്ച് ഞാൻ അടുത്തുണ്ടായിരുന്നു. ഉസ്താദ് നീണ്ട സമയമായിട്ടും സുജൂദിൽ നിന്ന് എണീക്കാത്തത് കണ്ടപ്പോൾ മഹാൻ ആ സുജൂദിൽ വഫാത്തായി പോയോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടുപോയി. ആ രൂപത്തിലായിരുന്നുവത്രേ ഉസ്താദിന്റെ ഇബാദത്തിന്റെ അവസ്ഥ. എല്ലാം വലിയ വായി പറയാതെ പറയുന്നതെല്ലാം ജീവിച്ച് കാട്ടിത്തരികയായിരുന്നു മഹാനായ സൈനുൽ ഉലമ. ഒട്ടേറെ കറാമത്തും കാട്ടിത്തന്ന മഹാനോരാം ഒളിമങ്ങാതെ ഇന്നും രാപ്പകൽ പോലെ കണ്ടിടാം. ആ കിണറിൽ വെള്ളം കാണില്ലെന്ന് നിരാശയിലായി ആ സങ്കടം ഓതാൻ വന്നിടുന്നു ഉസ്താദിലാ. ആ കിണറിൽ വെള്ളം കാണില്ലെന്ന് നിരാശയിലായി ആ സങ്കടം ഓതാൻ വന്നിടുന്നു ഉസ്താദിലായി. അതരങ്ങൾ കൂട്ടിപ്പിടി
കിണക്കര കവിയുന്നു അവിരാമം ഇന്നും നിലച്ചിടാതെ അതൊഴുകുന്നു അതിശയമത്ഭുതം ആ കിണക്കര കവിയുന്നു അവിരാമം ഇന്നും നിലച്ചിടാതെ അതൊഴുകുന്നു. ജീവിതത്തിൽ ഒത്തിരി കറാമത്തുകൾ കാണിച്ച മഹാനാണ് സൈനുൽ ഉലമ. ഉസ്താദിന്റെ പ്രാർത്ഥനയും മന്ത്രവും ഫലം കണ്ട അനവധി സംഭവങ്ങൾക്ക് കാലം സാക്ഷിയായിട്ടുണ്ട്. ഒരിക്കൽ ഉസ്താദിന്റെ മകൻ സാദിഖ് താമസിക്കുന്ന വീടിനടുത്ത് കിണർ കുത്തിയപ്പോൾ കരിമ്പാറ കാണുകയും ഇനി വെള്ളം കാണില്ലെന്ന സങ്കടത്താൽ ജോലിക്കാർ നിരാശരാവുകയും ചെയ്തപ്പോൾ ഉസ്താദ് കുറച്ച് വെള്ളം മന്ത്രിച്ചു. അതുകൊണ്ടുപോയി കിണറ്റിലേക്ക് ഒഴിക്കാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, ആ പാറയിൽ വെള്ളത്തിന്റെ അടയാളങ്ങൾ കണ്ടു. പിന്നീട് ധാരധാരയായി വെള്ളം ഉറവ പൊട്ടി. ഇന്ന് ആ പ്രദേശത്ത് സമൃദ്ധമായി വെള്ളം ലഭിക്കുന്ന കിണറുകളിൽ ഒന്നാണത്. ഉസ്താദിന്റെ മന്ത്രത്തിന്റെ ശക്തി നേരിട്ടനുഭവിച്ച ഒരു നിമിഷമായിരുന്നു അതെന്ന് മകൻ ഓർക്കുകയാണ്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞതേ ആരും ഇങ്ങനെ വാങ്ങാത്തൊരു സ്ഥലമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വന്ന് വാങ്ങണത്. അങ്ങനെ ഫസ്റ്റ് കിണറിൻ്റെ വർക്ക് ആരംഭിച്ചു. പിന്നെ ഒരു 10 അടി ആയ സമയത്ത് ഒരു 10 കോല് കായിട്ടുണ്ടാവും. ആ സമയത്ത് അടഞ്ഞ പാറ കണ്ട സമയത്ത് പണിക്കാർ ഏകദേശം ഒരു 10 മണിക്ക് പണി നിർത്തിയിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു, ഇനി അങ്ങോട്ട് മുന്നോട്ട് പണി തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പം അവിടെ ഇല്ല, വീട്ടിലില്ല. അങ്ങനെ പണിക്കാർ പോയി. പിറ്റേന്ന് രാവിലെ ഞാനിപ്പം വന്ന് ഞാനപ്പോൾ ഒരു കോപ്പയിൽ കുറച്ച് മന്ത്രിച്ചൂതി വെള്ളം അതിൽ പാർന്നു. പിറ്റേന്ന് സുബൈക്ക് അത് കഴിഞ്ഞിട്ടുള്ള സുബൈ ആ സമയത്ത് വന്നു നോക്കിയപ്പം കുറച്ച് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പല ഭാഗത്തും വരാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത് എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾ പൊട്ടിച്ചു. അതിന് ശേഷം ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാതെ. പിന്നെ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പിന്നെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ സ്നേഹിതന് ഒരു നിഷാദ് എന്ന് പറയും, അവൻ ഇതിലേക്ക് ഇറങ്ങി. ആ സമയത്തിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്രതീക്ഷിതമായിട്ട് ഇപ്പം ആ സമയത്ത് എത്തുകയാണ് ഇവിടേക്ക്. അങ്ങനെ ഇപ്പം ദിക്കറിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ വലിയ കോണി എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞ്. ഞാൻ വേറെ സ്നേഹിതമുണ്ട്. അങ്ങനെ ഞാനും അവനെ ഓടി നമ്മൾ തറവാട്ട് പോയിട്ട് ഏകദേശം ഒരു 400 മീറ്റർ ഓടാനുണ്ട്. അത് ഓടി എടുത്തു കൊടുന്നു. അപ്പോൾ അതിന് ഏകദേശം നമ്മളെ സ്നേഹിതന് ഒരു ബുദ്ധിമുട്ടവസ്ഥ എത്തിയിട്ടുണ്ട്. അങ്ങനെ കോണി കിണറ്റിലേക്ക് ഇറക്കി വെച്ച് അവനെ പിന്നെ രണ്ടാമത് കൊണ്ടുവന്നു. അപ്പോൾ അതും ഒരു ഇപ്പാൻ്റെ ഒരു എന്താ പറയുക അത്ഭുതം എന്ന് പറയാം. അതെ, ആ ദിക്കറിൻ്റെ ഒരു പവറായിട്ട് തന്നെ നമുക്ക് കാണേണ്ട ഒരു അവസ്ഥയാണ്. കലർപ്പേരും കൂടാതെ കരിനിഴൽ വീഴാതെ കൽവിൽ വിനയം തീർത്ത് നമുക്കായി കാവൽ നിന്നു ആ മഹാൻ കാമിൽ നബിയുടെ കാഞ്ചനമൊഴികളെ കൽബാൽ പകർന്നു നൽകി ധന്യനായി കൽപാദം പോയി മറഞ്ഞേ. കലർപ്പേരും കൂടാതെ കരിനിഴൽ വീഴാതെ കൽവിൽ വിനയം തീർത്ത് നമുക്കായി കാവൽ നിന്നു ആ മഹാൻ. അറിവിൻ ധാരകൾ പകർന്ന കിതാബുകൾ അവിരാമം ഇനിയും വിരിയും മാതാളുകൾ. അറിവിൻ ധാരകൾ പകർന്ന കിതാബുകൾ അവിരാമം ഇനിയും വിരിയും മാതാളുകൾ. പറയാതെ പറഞ്ഞു പോയി ആ സാത്വികൻ, പറയാതെ പറഞ്ഞു പോയി ആ സാത്വികൻ. പകലോനും കരഞ്ഞു പോയി ഉസ്താദിലായി. കലർപ്പേരും കൂടാതെ കരിനിഴൽ വീഴാതെ കൽവിൽ